ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപസ് ട്രെയിനിങ് സൊല്യൂഷന്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഹൈസ്കൂൾ തലത്തിലെ മലയാളം അധ്യാപകരാകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കറിയാം HST മലയാളം ഓൾറെഡി PSC വിളിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാവരും അപേക്ഷിച്ചതാണ്. അപ്പോൾ പരീക്ഷയുടെ കൺഫർമേഷൻ കൊടുക്കുന്നതിനുള്ള സമയം ആയിരിക്കുകയാണ്. 601/2024 HST മലയാളം പരീക്ഷ PSC എന്താണ് ഒഫീഷ്യൽ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഡേറ്റും കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. 601/2024 PSC വിളിച്ച HST മലയാളം പരീക്ഷയുടെ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ കൺഫർമേഷൻ മെസ്സേജ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. 2025 മെയ് മാസം 23-ാം തീയതി മുതൽ നമുക്ക് എന്താണ് കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാവുന്നതാണ്. അതായത് ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈമാണ്. അടുത്ത മാസം അതായത് ജൂൺ 11/6/2025 വരെ HST മലയാളം പരീക്ഷയുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ്. അപ്പൊ പലരും കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയവും അവിടെ ഇരിക്കട്ടെ, കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ എന്നൊക്കെ വെച്ചിട്ട് അത് വിടും. ലാസ്റ്റ് അത് മറന്നു പോകും. അങ്ങനെയുള്ള പല അനുഭവങ്ങളും പല വിദ്യാർത്ഥികൾക്കും ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മറവിക്കൊന്നും വിട്ടുകൊടുക്കേണ്ട, കൃത്യമായിട്ട് വേഗം തന്നെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം, ഹൈസ്കൂൾ അധ്യാപനം സ്വപ്നം കാണുന്നവർക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു സുവർണ അവസരം തന്നെയാണ് ഈ വരുന്ന HST മലയാളം പരീക്ഷ എന്നുള്ളത്. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് HST മലയാളം പരീക്ഷ നടക്കുക. അപ്പൊ ഇനി പരീക്ഷയ്ക്ക് കഷ്ടി എത്ര മാസമുണ്ട്? 2 മാസമാണ്. 60 ദിവസങ്ങളാണ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ മുമ്പിലുള്ളത്. ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരുണ്ടായിരിക്കാം. പരീക്ഷയുടെ ഡേറ്റ് വരട്ടെ, അപ്പോഴേക്കും ഞാൻ പഠിച്ചതൊക്കെ മറന്നുപോയാലോ എന്ന് വിചാരിച്ചും മടി പിടിച്ചും മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടും പഠനം നീട്ടിവെച്ചിട്ടുള്ളവരായിരിക്കാം. നിങ്ങൾ ഈ കാറ്റഗറികളിൽ ഏതിൽ പെടുന്നവരായിക്കോട്ടെ, ഇപ്പോൾ എന്താണ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള സമയമാണ്. പഠിച്ചു കഴിഞ്ഞവർക്ക് ഇത് റിവിഷനുള്ള സമയമാണ്. കൃത്യവും ചിട്ടയോടും കൂടിയിട്ടുള്ള പഠനം മാത്രമേ എപ്പോഴും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. ആശങ്കയില്ലാതെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന, റിവിഷൻ ചെയ്യേണ്ടുന്ന 60 ദിനങ്ങളിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, ഓഗസ്റ്റ് 1-ാം തീയതിയാണ് HST മലയാളം പരീക്ഷ നടക്കുന്നത്. അപ്പൊ മുന്നോട്ടുള്ള പഠനം എങ്ങനെയായിരിക്കണം, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നീ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം വിജയിക്കാനും കൃത്യമായിട്ടുള്ള പഠനം ആവശ്യമാണ്, അതുപോലെ തന്നെ റിവിഷനും ആവശ്യമാണ്. എന്നെ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മുടെ മുമ്പിലെ 60 ദിവസങ്ങളുണ്ട്. ഈ 60 ദിവസങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ പഠനത്തിന് വേണ്ടി വിനിയോഗിക്കാം, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ ചോദ്യപേപ്പറിൽ 100 ചോദ്യങ്ങളുണ്ട്. 80 ചോദ്യങ്ങൾ സബ്ജക്റ്റിലാണ്, 20 ചോദ്യങ്ങൾ ജനറൽ പാർട്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരമുള്ള 6 യൂണിറ്റുകളും, സബ്ജക്റ്റിലെ സിലബസ് പ്രകാരമുള്ള 6 യൂണിറ്റുകളും ജനറൽ പേപ്പറിൽ നമുക്ക് സിലബസിൽ വന്നിട്ടുള്ള 3 മൊഡ്യൂളുകളായിട്ട് മൊത്തം 9 യൂണിറ്റ് ഓർ മൊഡ്യൂൾസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഒരു ടൈം മാനേജ്മെന്റിലൂടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ 60 ദിനങ്ങൾ കൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് റിവിഷൻ കഴിച്ച് നിങ്ങൾക്ക് HSAയുടെ റാങ്ക് ലിസ്റ്റിൽ ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് സ്ഥാനം നേടാവുന്നതാണ്. ആദ്യ റാങ്കുകളിൽ തന്നെ നിങ്ങൾക്ക് സ്ഥാനം നേടാവുന്നതാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. പലർക്കും ഉണ്ടാവും, ടീച്ചർ ഈ 2 മാസങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാനാ? 2 മാസങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. കൃത്യമായിട്ട് സിലബസ് മുഴുവനായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതിനെന്ത് വേണം? ഒരു ടൈം മാനേജ്മെന്റ് വേണം. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, നിങ്ങൾ ഒരിക്കലും ഒരു ടൈം ടേബിൾ ഇടല്ലേ മക്കളെ, ഒരു തീം ടേബിൾ സെറ്റ് ചെയ്യാം. ഇന്ന് 6 മണി മുതൽ 7 മണി വരെ ഞാൻ പഠിക്കും എന്നല്ല സെറ്റ് ചെയ്യേണ്ടത്. ഇന്ന് ഞാൻ ഇത്ര പോർഷൻസ് പഠിക്കും. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് സമയമുണ്ട്. അതിന്റെ ഉള്ളിലെ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര സമയമുണ്ട് എന്റെ മുമ്പില്, അതിന്റെ ഉള്ളിലെ ഇത്രയധികം ടോപ്പിക്കുകൾ ഞാൻ പഠിക്കും. അത് ഏത് സമയത്ത് വേണമെങ്കിൽ പഠിക്കാം. രാവിലെ പഠിക്കാം, ഉച്ചയ്ക്ക് പഠിക്കാം, നൈറ്റ് പഠിക്കാം, പുലർച്ചെ എഴുന്നേറ്റ് പഠിക്കാം, എങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. അത്തരത്തിലുള്ള ഒരു തീം ടേബിൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ആ തീം ടേബിളിലൂടെ നമ്മുടെ ടൈം നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുവരികയാണ് എങ്കിൽ ഈ 60 ദിവസം നിങ്ങൾക്ക് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. സിലബസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നല്ല രീതിയിൽ ചിന്തിക്കുക. എന്റെ വീക്ക് ഏരിയ കൃത്യതയോടും ചിട്ടയോടും കൂടിയുള്ള പഠനമാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. സിലബസ് മുഴുവനായിട്ട് പഠിച്ചു തീർത്താൽ മാത്രം പോരാ, എന്തുകൂടിയും വേണം? റിവിഷനും വേണം. അപ്പോൾ കൃത്യമായിട്ട് സിലബസ് മുഴുവനായിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ വിട്ടുപോകാത്ത രീതിയിൽ പഠിക്കുകയും വേണം. കൃത്യമായ ഇടവേളകളിൽ ചിട്ടയോട് കൂടിയിട്ട് ആവർത്തിച്ച് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുകയും വേണം.
ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ്, പഠനത്തോടൊപ്പം റിവിഷനും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. 2025 നടക്കുന്ന HSA പരീക്ഷ വിജയിച്ച് ഹൈസ്കൂൾ അധ്യാപകരാകാനുള്ള നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് വഴിതെളിക്കാൻ കൂടെ ഒരു സപ്പോർട്ടായിട്ട് ടീം I+ എത്തുകയാണ്. HSA മലയാളം കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ലൈവ് സെക്ഷൻ വീഡിയോ ക്ലാസ്സുകളും ഏറ്റവും ബ്രീഫായിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ടുകളും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് മുതൽ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കിട്ടും. കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും പഠിച്ചു പോകേണ്ടത് എന്നതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ ആയിരിക്കും അത്. അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിലെ നമ്മൾ സാധാരണയായിട്ട് വീക്ക്ലി ടെസ്റ്റ് നടത്താറുണ്ട്, എല്ലാ ശനിയാഴ്ചകളിലും പരീക്ഷ നടത്താറുണ്ട്. അതുപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റ്, മന്ത് ടെസ്റ്റ്, ഓരോ യൂണിറ്റ് കഴിയുന്ന സമയത്ത് യൂണിറ്റ് ടെസ്റ്റ്, 3 യൂണിറ്റുകൾ കഴിയുന്ന സമയത്ത് 3 യൂണിറ്റുകളുടെയും കമ്പൈൻഡ് യൂണിറ്റ് ടെസ്റ്റ് തുടങ്ങി പരീക്ഷയാകുന്ന സമയത്തേക്ക് ധാരാളം പരീക്ഷകൾ എഴുതിക്കൊണ്ടുള്ള, ധാരാളം ചോദ്യങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടുള്ള, കൃത്യമായിട്ട് പരീക്ഷയെ ടെൻഷൻ ഇല്ലാതെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന രീതിയിലേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ എക്സാംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഏത് സംശയവും പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഏത് സംശയവും ദൂരീകരിക്കുന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഒരു മെന്റൽ സപ്പോർട്ട് നമ്മുടെ കോഴ്സിനൊപ്പം നമുക്ക് അവൈലബിൾ ആകും. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നത് പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ മോഡൽ എക്സാമും നമ്മൾ കോഴ്സിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. PSC എക്സാം എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കുകൾ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃത്യമായ ഓരോ പരീക്ഷകൾ കഴിയുന്ന സമയത്തും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തുകൊണ്ടുള്ള എക്സാമുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ HSC മലയാളം പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹിച്ച് HSC അധ്യാപകരാകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കൊരു മെന്റൽ സപ്പോർട്ട് ആവശ്യമാണ് എങ്കിൽ I+ ടീമിന്റെ HSA മലയാളം കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മോക്ക് ക്ലാസ്സുകൾ കണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മോക്ക് ക്ലാസ്സുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മോക്ക് ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ 2 കാര്യങ്ങൾ മറക്കരുത്. ആദ്യത്തെ കാര്യം, HST പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുക്കാൻ ആരും തന്നെ മറക്കരുത്. അടുത്ത മാസം 11-ാം തീയതി വരെ സമയമുണ്ടെങ്കിലും വേഗം തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ HST മലയാളം പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ, പരീക്ഷ എങ്ങനെയായിരിക്കും നടക്കുക, ഏതൊക്കെ ഏരിയാസ് ആണ് ശ്രദ്ധിക്കേണ്ടത്, ജനറൽ പേപ്പറിൽ നിന്ന് ഏതൊക്കെ പോർഷൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷയുടെ മാറിയ പാറ്റേൺ എങ്ങനെയാണ്, അതായത് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ നടന്നതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ എല്ലാ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ട് I+ന്റെ HST ടീം നെക്സ്റ്റ് വീക്ക് എത്തുന്നതാണ്. അപ്പൊ നമ്മുടെ ഫ്രീ വെബിനാറിന്റെ ഡേറ്റും ടൈമും എല്ലാം കൃത്യമായിട്ട് ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ലേണേഴ്സ്.